ഇന്ന് വേനൽ ചൂടിനൊരു കുറവ് തോന്നി. 11:30യോടുകൂടി വീടിനടുത്തുള്ള കാരാപ്പുഴ ഡാമിൽ ചൂണ്ടയിടുന്നതിനായി പോവാൻ തീരുമാനിച്ചു. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ചൂണ്ടയിടാനായി ചൂണ്ടയും മീനിനുള്ള തീറ്റയും കയ്യിൽ കരുതി. വളരെ മനോഹരിയാണ് കാരാപ്പുഴ. ഏകദേശം 8 കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഡാമിലെ വെള്ളം കെട്ടി നിൽക്കുന്നു. തീരങ്ങളോട് ചേർന്ന് മനോഹരമായ ആമ്പൽക്കൂട്ടങ്ങൾ കാരാപ്പുഴയുടെ ഭംഗി വർദ്ധിപ്പിച്ചു അങ്ങനെ നിൽക്കുകയാണ്. ചൂണ്ടയിൽ മീനിനുള്ള തീറ്റയിട്ട് വെള്ളത്തിലേക്ക് ചൂണ്ടയെറിഞ്ഞതും പരൽമീനുകളുടെ കൂട്ടം ആർത്തിയോടെ വന്ന് തിന്നുന്നത് കാണാമായിരുന്നു. കുറച്ചു തീറ്റ അങ്ങനെ പോയി. പക്ഷേ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യമാദ്യം ചൂണ്ടയുടെ പൊങ്ങ്, അതായത് വീഡിയോയിൽ കാണുന്ന വെള്ള നിറത്തിലുള്ള ഭാഗം, മീൻ ഭക്ഷണം എടുക്കുന്നുണ്ടെങ്കിൽ അത് ചലിക്കുന്നത് കാണാം. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുക? ഒന്ന് കമന്റ് ചെയ്യണേ. പൊങ്ങ് ചലിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നത് വെള്ളത്തിനടിയിലേക്ക് താണു. ചൂണ്ട വലിച്ച് ആദ്യം കിട്ടിയത് ഒരു തിലോപ്പിയാണ്. പിലോപ്പി എന്നും പറയാറുണ്ട്. അതിനെ പിടിച്ച് വലയിലാക്കിയ ശേഷം വീണ്ടും ഇര കോർത്ത് ചൂണ്ട വെള്ളത്തിലേക്കിട്ടു. അല്പസമയത്തിനു ശേഷം ചൂണ്ടയിൽ കയറിയത് ഒരു 650 ഗ്രാം തൂക്കം വരുന്ന കരിമീനാണ് കേട്ടോ. മീനിന്റെ തൂക്കം കൊണ്ടാണോ ചൂണ്ടയുടെ കാലപ്പഴക്കം കൊണ്ടാണോ എന്നറിയില്ല, സ്റ്റിക്ക് പൊട്ടിപ്പോയി. എന്നാലും സുരക്ഷിതമായി മീനിനെ കരയിലെത്തിച്ചു. കരിമീനിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ചെറിയ വായും ശരീരത്തിൽ പുള്ളിക്കുത്തുകളുള്ള തിളങ്ങുന്ന പച്ച കൂടിയ കറുപ്പ് നിറമുള്ള മത്സ്യം. ഇത് നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം ഗ്രീൻ ക്രോമൈഡ് എന്നാണ്. ഈ കരിമീനിനൊരു പ്രത്യേകതയുണ്ട്. മീനുകളിൽ കുടുംബമായി ജീവിക്കുന്ന മത്സ്യമാണ് ഇത്. ഇതിന്റെ ഇണയെ നഷ്ടപ്പെട്ടാൽ ജീവിതാവസാനം വരെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മീനാണിത്. മൃഗങ്ങളിൽ ചെന്നായും പക്ഷികളിൽ വേഴാമ്പലും പെൻഗ്വിനുമൊക്കെ ഇത്തരത്തിലുള്ള ജീവിതം നയിക്കുന്നവരാണ്. ഒഴിവു സമയങ്ങളിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാരാപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി ഇവിടെ വരാറുണ്ട്. കാരാപ്പുഴ റിസർവോയറും നെല്ലാർച്ചാലും മീൻപിടുത്തത്തിന് അനുയോജ്യമായ സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ മക്കളും കൂടെ കൂടും. കാരാപ്പുഴയുടെ ജലം പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് കൃഷി ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ കുടിവെള്ള ആവശ്യങ്ങൾക്കുമാണ്. വീണ്ടും ചൂണ്ടയിട്ടപ്പോൾ അടുത്ത കരിമീനിനെ കൂടി കിട്ടി. ഇവയെ സാധാരണയായി കായലുകളിലും മറ്റുമാണ് കാണാറുള്ളത്. എന്നാൽ നല്ല സൈസുള്ള കരിമീനുകൾ നമ്മുടെ വയനാട്ടിലെ കാരാപ്പുഴയിലും ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.